ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് മൃഗങ്ങളെ ഇഷ്ടമാണോ? എല്ലാവർക്കും മൃഗങ്ങളെ ഇഷ്ടമാണോ? നമുക്ക് എല്ലാവർക്കും മൃഗങ്ങളെ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മൾ മൃഗശാലയിൽ പോകണം. നമ്മൾ സൂയിൽ പോകണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ട് സൂയിൽ പോയിട്ടുണ്ടോ? ഇന്ന് എന്റെ കൂടെ സൂയിൽ പോയാലോ? നമുക്ക് സൂയിൽ പോകാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരി ചിപ്പിയും കൂടി വിളിച്ചാലോ? വാ, നമുക്ക് സൂവിൽ പോകാം. പോകാം പോകാം പോകാം, നമുക്ക് സൂവിൽ പോകാം. പോകാം പോകാം പോകാം, നമുക്ക് പോകാം പോകാം പോകാം. ഹായ്, നമ്മൾ സൂ എത്തി. ഇതാണ് സൂ, മൃഗശാല. നമ്മൾ സൂയിൽ എത്തിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്താലോ? വാ, നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് സൂവിന്റെ അകത്ത് പോയാലോ? നമുക്ക് സൂയിൽ പോകാം. ഹായ്, നമ്മൾ അങ്ങനെ മൃഗശാലയിലെത്തി. നമുക്ക് ഓരോ മൃഗങ്ങളെ ആയി കണ്ടാലോ? പോകാം, നമുക്ക് പോകാം പോകാം പോകാം, നമുക്ക് മൃഗങ്ങളെ കാണാൻ പോകാം. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? വലത്തോട്ട് പോയാൽ പുലി, ഇടത്തോട്ട് പോയാൽ ആന. നിങ്ങൾക്ക് പുലിയെ കാണണോ അതോ ആനയെ കാണണോ? എനിക്ക് ആനകളെ ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ആദ്യമേ ആനയെ കണ്ടാലോ? ആനയെ കാണാൻ നമ്മൾ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ? ആനയെ കാണാൻ നമ്മൾ ഇടത്തോട്ട് പോകണം. നമുക്ക് ഇടത്തോട്ട് പോയി ആനയെ കാണാം. പോകാം. ദേ, നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? നമ്മൾ ആനയുടെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നടന്നാ മതി. നമുക്ക് വേഗം പോയി ആനയെ കണ്ടാലോ? പോകാം പോകാം പോകാം, നമുക്ക് പോകാം പോകാം പോകാം. ഹായ്, നമ്മൾ ആനയെ കണ്ടേ. നിങ്ങൾക്ക് ആനയെ കാണാമോ? എത്ര ആനകളുണ്ട്? 1, 2 ആനകളുണ്ട്. ഇതിലേതാ വലിയ ആന? ഇതാണ് വലിയ ആന. ഇതിലേതാ ചെറിയ ആന? ഇതാണ് ചെറിയ ആന. വലുത് ചെറുത്, വലുത് ചെറുത്. 2 ആനകളുണ്ട്. നിങ്ങൾക്ക് ആനകളുടെ പ്രത്യേകതകൾ അറിയാമോ? കരയിൽ ജീവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗമാണ് ആന. ആനയ്ക്ക് 2 വലിയ ചെവിയുണ്ട്, ഒരു നീളമുള്ള തുമ്പിക്കൈയുണ്ട്, 2 വലിയ കൊമ്പുണ്ട്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടം കരിമ്പും പഴവുമാണ്. ഇതാരാണെന്നറിയാമോ? ഇതെന്റെ കൂട്ടുകാരൻ അപ്പു. ഹലോ അപ്പു. അപ്പുവിന് ആനകളെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പുവിന് ഭയങ്കര ആഗ്രഹം ആനപ്പുറത്ത് കയറണമെന്ന്. നമ്മൾ ആനപ്പുറത്ത് കയറണമെങ്കിൽ ആദ്യമേ ആനയെ വിളിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആനയെ വിളിച്ചു വരുത്തിയാലോ? എല്ലാരും എന്റെ കൂടെ വിളിച്ചേ. ആന, ആന. ഹായ്, ആന വന്നു. ഹായ് ഹായ് ഹായ്, നമുക്ക് ആനയുടെ പുറത്ത് കയറാം. അപ്പുവിനെ ആനപ്പുറത്ത് കയറ്റണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ആനയുടെ പുറത്ത് കയറണം എന്ന് പറയണം. എന്റെ കൂടെ പറഞ്ഞേ. ആനപ്പുറത്ത് കയറണം, ആനപ്പുറത്ത് കയറണം, ആനപ്പുറത്ത് കയറണം. ഹായ്, ദേ അപ്പു ആനപ്പുറത്ത് കയറി. ഹായ്, നല്ല രസമുണ്ടേ. അങ്ങനെ അപ്പുവിന്റെ ആഗ്രഹം സാധിച്ചു. പോകാം പോകാം പോകാം, നമുക്ക് പോകാം പോകാം പോകാം, നമുക്ക് പോകാം പോകാം പോകാം. ഇനി നമുക്ക് കാട്ടിലെ രാജാവിനെ കാണാൻ പോയാലോ? ആരാണ് കാട്ടിലെ രാജാവ്?
ഹം. ദാ നോക്കി, ഒരു സിംഹത്തെ കണ്ടോ? അവനിങ്ങനെ കാട്ടിൽ നടന്ന് നടന്ന് വിലസുക. ആഹാ, സിംഹം എങ്ങനെയാ ഗർജിക്കുന്നത്? റോ റോ റോ. എന്റെ കൂടെ കാണിച്ച്, സിംഹം എങ്ങനെയാ ഗർജിക്കുന്നത്? റോ റോ റോ. സിംഹത്തിന് കുഞ്ഞു ആവകളെ പോലെ ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം 20 മണിക്കൂറോളം സിംഹം ഉറങ്ങാറുണ്ടത്രേ. നിങ്ങൾക്ക് ഉറങ്ങുന്നത് ഇഷ്ടമാണോ? എങ്ങനെയാ ഉറങ്ങുന്നത്? ഒന്നാം വിരലെ പുഴുവാകാമോ നീ? രണ്ട് വിരലുകൾ ചാടും മേലാകും. മൂന്ന് വിരലുകൾ മ്യാപ്പുച്ചയാകാം. നാല് വിരലുകൾ പറക്കും പറവയാകും. അഞ്ച് വിരലുകൾ ആരായി മാറിയിടും? റോ റോ റോ. സിംഹമായിടും. ദേ, ഇതാണ് ജിറാഫ്. നമ്മൾ ജിറാഫിന്റെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജിറാഫിനെ കാണാം. ഹായ്, നിങ്ങൾക്ക് ജിറാഫിനെ കാണാമോ? ഇതാണ് ജിറാഫ്. ജിറാഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോകത്തിലെ ഏറ്റവും നീളമുള്ള മൃഗമാണ് ജിറാഫ്. ജിറാഫിന് നീണ്ടൊരു കഴുത്തുണ്ട്. ആ നീളമുള്ള കഴുത്ത് വെച്ച് വലിയ വലിയ മരങ്ങളിൽ നിന്ന് ഇലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ ചവച്ച് 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 തിന്നും. ഇതാണ് ജിറാഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് പോകാം. ആഹാ, ഇതാരാ ഈ കാണുന്നത്? ഇതാണ് കുറുക്കൻ. കുറുക്കൻ എങ്ങനെയാ കൂവുന്നത്? കുറുക്കൻ എങ്ങനെയാ കൂവുന്നേ? കാണിച്ച്. കുറുക്കൻ വളരെ സൂത്രശാലിയാണ്. അവൻ ഇങ്ങനെ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കും. നിങ്ങൾക്ക് കുറുക്കനെ ഇഷ്ടായോ? ദാ നോക്കിയേ, ഇവിടെ എത്ര കുറുക്കനുണ്ട്? ഒന്ന് എണ്ണിക്കേ. 1 2 3. എത്ര കുറുക്കനുണ്ട് ഇവിടെ? 1 2 3. കുറുക്കൻ എങ്ങനെയാ കൂവുന്നത്? നമ്മൾ ഇടത്തോട്ട് പോയി ആനയെ കണ്ടു. വലത്തോട്ട് പോയാൽ നമുക്ക് പുലിയെ കാണാം. നമുക്ക് വലത്തോട്ട് പോയി പുലിയെ കണ്ടാലോ? വാ, നമുക്ക് പുലിയെ കാണാൻ പോകാം. നമ്മൾ പുലിയുടെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നടന്നാൽ പുലിയുടെ അടുത്ത് എത്താൻ പറ്റും. നമുക്ക് പോയി പുലിയെ കണ്ടാലോ? പോകാം, നമുക്ക് പുലിയെ കാണാൻ പോകാം. പുലിയെ കാണുന്നുണ്ടോ നിങ്ങൾ? ദേ, കണ്ടോ പുലിയെ? പുലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്കറിയാമോ? വലിയ വലിയ കാടുകളിലാണ് പുലി ജീവിക്കുന്നത്. പുലിക്ക് വേഗത്തിൽ ഓടാനും ചാടാനും കഴിയും. പുലിക്ക് വേഗം നീന്തി കയറാൻ കഴിയും. വാ, നമുക്ക് ഇനി അടുത്ത മൃഗത്തെ കാണാൻ പോവാം. ഓക്കേ, പോകാം. നമുക്ക് പോകാം. നമുക്ക് പോകാം. ഇനി
നമുക്ക് ഡൈനോസറിനെ കണ്ടാലോ? നിങ്ങൾ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ? വാ നമുക്ക് കാണാം. ദാ നോക്കി, അതാണ് ഡൈനോസർ. അവൻ നടന്നു പോകുന്നത് കണ്ടോ? എത്ര വലുപ്പമാണ് അതിന്! വലുതാണ് ഡൈനോസർ, വലുതാണ്. അതാരാ? നിങ്ങൾ കണ്ടോ? ആരാത്? ആഹാ, ഇതാണ് ഡൈനോസർ. എടാ ഡൈനോസറിനെ, നിനക്ക് എന്ത് വലിപ്പാണ്! അവന്റെ തല കണ്ടോ നിങ്ങള്? ആ കഴുത്തിന്റെ നീളം നോക്കിക്കേ, എന്ത് നീളമാ കഴുത്തിന്! ഇത് ഡൈനോസറിന്റെ വാലാണോ? ഹഹാ, പാവം ഡൈനോസർ ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ഇല്ല. പണ്ട് 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 ഡൈനോസർ ഉണ്ടായിരുന്നു കാട്ടില്. ഇപ്പൊ ഇല്ല. ഒറ്റോ പോറ്റെ പോറ്റെ. പോകാം പോകാം നമുക്ക് പോകാം 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 നമുക്ക് പോകാം പോകാം പോകാം. ഇതാരാ നിങ്ങൾക്കറിയാമോ? ഇതാണ് ആമ. ദാ ഇവിടെ കണ്ടോ? ഇങ്ങോട്ട് പോയാൽ നമുക്ക് ആമയെ കാണാമെന്നാ പറയുന്നത്. നമുക്ക് ആമയെ കാണാൻ പോയാലോ? പോകാം. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആമകളെ കാണാൻ സാധിക്കും. ആമ. ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ആമയ്ക്ക് ഒരു തോടുണ്ട്. എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് ആമയുടെ തലയും കൈയും കാലും എല്ലാം ആ തോടിന്റെ അകത്ത് ഒളിപ്പിക്കും. അപ്പോൾ ആമയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാറക്കല്ലിരിക്കുന്ന കണക്കേ തോന്നത്തുള്ളൂ. നമുക്ക് ആമയുടെ വേറൊരു പ്രത്യേകത അറിയാവല്ലോ. അതെന്താ? ആമ പമ്മി പമ്മിയെ നടക്കുള്ളൂ. നമുക്ക് ആമ നടക്ക് നടന്നാലോ? പമ്മി 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 പോവും. നമുക്കൊരാമയുടെയും മുയലിനെയും കഥ കേട്ടാലോ? ഒരിടത്ത് ഒരാമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ആ ആമയും മുയലും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഈ മുയല് ആമയെ കളിയാക്കി. എന്ത് പറഞ്ഞാ കളിയാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? മുയലിന് വേഗം ഓടാനും ആമയ്ക്ക് പതുക്കെ പതുക്കെ നടക്കാനുമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ്. ആമയ്ക്കത് ഒത്തിരി വിഷമമായി. ആമ അപ്പോൾ മുയലിനോട് പറഞ്ഞു, ആരുടെയും കഴിവുകളെ കുറച്ച് കാണരുതെന്ന്. പക്ഷെ അതൊന്നും മുയല് വകവെച്ചില്ല. മുയൽ അപ്പോൾ ആമയോട് ചോദിക്കുക, നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോന്ന്. ആമയ്ക്കറിയാം ആമയ്ക്ക് പതുക്കെ 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 നടക്കാൻ കഴിയുള്ളൂ. പക്ഷെ എന്നാലും മുയലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആമ ഓട്ടപ്പന്തയത്തിന് സമ്മതിച്ചു. അങ്ങനെ ഓട്ടപ്പന്തയം കാണാൻ കാട്ടിലെ കൂട്ടുകാരെല്ലാവരും ഒത്തുകൂടി. ഓട്ടപ്പന്തയം തുടങ്ങാറായി. 1 2 3 ഓടിക്കോ എന്ന് പറഞ്ഞതും മുയല് കുടുകുടു കുടുകുടുകുടാന്ന് പറഞ്ഞ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആമയാണെങ്കിലോ പതുക്കെ 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 തന്നാലാവുന്ന വിധം പതുക്കെ 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 നടന്നു തുടങ്ങി. അങ്ങനെ മുയൽ ഓടി ഒത്തിരി ദൂരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ കാണുന്നില്ല. എന്തായാലും പന്തയം ഞാനേ ജയിക്കുള്ളൂ എന്ന് ഉറച്ച മുയല് കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതി നല്ല തണലുള്ള ഒരു മരത്തിന്റെ താഴെ മുയല് പോയി ഇരുന്നു. അവിടെ ഇരുന്നപ്പോ മുയലിന് ഉറക്കം വന്നു. ഇത്രയും ഓടി ക്ഷീണിച്ചതല്ലേ. മുയല് പതുക്കെ ഉറങ്ങി. ഈ സമയം കൊണ്ട് ആമ പതുക്കെ പതുക്കെ നടന്ന് മുയലിന്റെ അടുത്തെത്തി. നോക്കുമ്പോൾ മുയൽ ഉറങ്ങുന്നു. തന്ത്രപരമായി ചിന്തിച്ച ആമ മുയലിനെ ശല്യപ്പെടുത്താതെ പതുക്കെ 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 നടന്നു നീങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മുയൽ കണ്ണു തുറന്നു നോക്കിയപ്പോ അതാ ആമ പന്തയം അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷെ എന്നാലും തനിക്കേ ജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഓർത്ത മുയൽ ചിരിച്ചോണ്ട് വേഗത്തിൽ ഓടി ആമയുടെ അടുത്തെത്തി. ഓട്ടപ്പന്തയം തീരുന്ന വരയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ആമ ഓട്ടപ്പന്തയം തീർത്തു.
അങ്ങനെ ഓട്ടപ്പന്തയം ആവ ജയിച്ചു, മുയല് തോറ്റുപോയി. ഇത്രയും വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിട്ടും മുയലിന് ഓട്ടപ്പന്തയം ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് മുയലിന് ഒത്തിരി വിഷമമായി. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരിക്കലും ആരുടെയും കഴിവുകളെ കുറച്ചു കാണാൻ പാടില്ല. മുകളിൽ മുകളിൽ താഴെ താഴെ ഇടതും വലതും കറങ്ങിച്ചാടും മുയലുണ്ട്, കറങ്ങിച്ചാടും മുയലുണ്ട്, മുയലുണ്ട് കറങ്ങിച്ചാടും മുയലുണ്ട്. ചാടി നടക്കും മുയലാണ്, ഇവ ചാടി നടക്കും മുയലാണ്. അടുത്ത് നമുക്ക് ഏത് മൃഗത്തെ കാണാൻ പോവാം? വാ നോക്കിയാലോ. ആഹാ, അതാരാ അത്? അത് നമ്മുടെ മുയലച്ചനല്ലയോ? ആ, എത്ര മുയലുകളാ അവിടെ ഉള്ളത്. എന്ത് രസാ മുയലിനെ കാണാൻ. വാവ്, മുയലുകൾ എങ്ങനെയാ ചാടുന്നത്? കാണിച്ചേ. മുയൽ എങ്ങനെയാ ചാടുന്നേ? ദാ നോക്കി, എന്റെ കയ്യിലൊരു മുയല്. എടാ മുയല്, മുയലിന്റെ 2 ചെവി കണ്ടോ നിങ്ങള്? ചെവി, മുയലിന് എത്ര ചെവികളുണ്ട്? 1, 2. നീളമുള്ള ചെവിയാണല്ലോ മുയലിന്, നീളമുള്ള ചെവിയാണ്. മുയല് ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ. ആ മുയല് കൈ കൊട്ടിക്കേ, ഒന്ന് കൈ കൊട്ടിക്കേ. ആ, അതെ മുയല് കൈ കൊട്ടുന്ന കണ്ടോ? കൈ കൊട്ടുന്ന കണ്ടോ മുയലച്ചൻ? കൈ കൊട്ടുന്നു. ദേ, അങ്ങോട്ട് പോയാൽ കരടിയെ കാണാമെന്നാ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് കരടിയെ കണ്ടിട്ട് വന്നാലോ? കരടികളെ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഇവിടെ നമ്മൾ ഏത് മൃഗത്തിനെയാ കാണുന്നത്? ആ, കരടിയാണ് കാണുന്നത്. കരടികൾ പലതരത്തിലുണ്ട്. കരടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാമോ? കരടികൾക്ക് നല്ല കേൾവി ശക്തിയും കാണാനുള്ള ശക്തിയും ഉണ്ട്. കരടികൾക്ക് വേഗം മരത്തിൽ കയറാൻ പറ്റും. കരടികൾ മരത്തിൽ കിടന്നുറങ്ങും. കരടികൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം പഴവർഗ്ഗങ്ങളും മീനുമാണ്. നമുക്കിനി അടുത്ത മൃഗത്തിനെ കാണാം. പോകാം, നമുക്ക് പോകാം, 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 നമുക്ക് പോകാം, പോകാം, പോകാം. കൂട്ടുകാരെ, നിങ്ങൾ ഇവിടെ ഏതെങ്കിലും മൃഗത്തെ കാണുന്നുണ്ടോ? കുരങ്ങനോ? എവിടെ? കുരങ്ങനോ എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അയ്യോ, കുരങ്ങൻ എവിടെ? എന്റെ ഇടതാണോ വലതാണോ? വലതോ? ഞാൻ നോക്കട്ടെ. എടാ കോരങ്ങ, നീ ഇവിടെ ആയിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ദാ നോക്കി, കുരങ്ങൻ ചാടുന്നത് കണ്ടോ? നിങ്ങൾക്ക് ചാടാൻ അറിയാമോ? എങ്ങനെയാ ചാടുന്നത്? എന്നെ കൂടെ ചാടുക എല്ലാവരും. കൊരങ്ങച്ചൻ എങ്ങനെയാ കാണിക്കുന്നത്? കോക്രി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൊരങ്ങച്ചൻ എങ്ങനെയാ? നമുക്ക് എല്ലാവർക്കും കാണിക്കാം. എന്നോട് കാണിച്ച്. ഇതെന്താ ഇത്? പഴം. പറഞ്ഞേ, പഴം. നിങ്ങളുടെ വീട്ടില് പഴമുണ്ടോ? അമ്മേ, എനിക്ക് പഴം വേണം. എനിക്ക് പഴം വലിയ ഇഷ്ടമാണ്. നമ്മളെ പോലെ തന്നെ നമ്മുടെ കുരങ്ങച്ചനും പഴം വലിയ ഇഷ്ടമാണ്. എത്ര തിന്നാലും മതിയാവില്ല. പക്ഷെ ഈ പഴം കൊണ്ട് വേറൊരു സൂത്രം ഉണ്ടല്ലോ.
ഹലോ. പഴം നമുക്ക് ഫോണായിട്ട് ഉപയോഗിച്ച് കളിക്കാം. റിംഗ് 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 ഹലോ ഹലോ. റിംഗ് 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 ഹലോ ഹലോ. ഹലോ അച്ഛ, ഹലോ അമ്മേ, ഹലോ ചേച്ചി, ഹലോ ചേട്ടാ. റിംഗ് 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 ഹലോ ഹലോ. റിംഗ് 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 ഫോൺ വിളിക്കാം. ആഹാ, ദേ ഇവിടെ നമ്മുടെ കൊരങ്ങച്ചൻ. എടാ, നിന്നെ എനിക്ക് കിട്ടിപ്പോയി. നീ മരത്തിൽ ചാടി ചാടി നടക്കുവായിരുന്നോ? ഇതാ നോക്കി, നീളമുള്ള വാലുണ്ടല്ലോ കൊരങ്ങന്. ഈ വാലിങ്ങനെ ചുറ്റി 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 മരത്തിൽ ഇങ്ങനെ ചാടി 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 വന്ന് നടക്കും. കൊരങ്ങന് ചെവി കണ്ടോ? ഇതാ കൊരങ്ങന്റെ ചെവി. എടാ കൊരങ്ങ, നിനക്ക് എന്താ ഇഷ്ടമുള്ളത്? എന്താ പറഞ്ഞേ? ഓഹോ, കൊരങ്ങിന് പഴം വേണോന്ന്. ഞാൻ നോക്കട്ടെ. കൊരങ്ങന് പഴം വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ പഴമുണ്ടോ? ഈ പഴത്തിന്റെ നിറം എന്താണ്? മഞ്ഞ. പഴത്തിന്റെ നിറം എന്താണ്? മഞ്ഞ. പഴത്തിന് മഞ്ഞ നിറമാണ്. കാട്ടിലുണ്ട് സിംഹം, രാജാവാം സിംഹം, കാടിളക്കി വരുമേ തുമ്പിക്കയ്യനാന, മരങ്ങളിൽ ചാടും കുരങ്ങന്മാരും വേഗത്തിലോടും പുലികളുമുണ്ട്, ആമയും മുയലും കൂട്ടുകാരാണേ. കരയിലും വെള്ളത്തിലും വിലസുന്നതാരാ? നമ്മുടെ തവളക്കുട്ടൻ. ലാ